ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സംവിധായകനായ ചിദംബരത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ ബാലൻ ദ ബോയ് എന്ന സിനിമയാണ്. ഒരു സിംഗിൾ മദറിന്റെ അതിജീവനത്തിന്റെ കഥയാണ് ഈ സിനിമയിലുള്ളത്. സിനിമയുടെ വൺ ലൈൻ പറഞ്ഞ് സസ്പെൻസ് ഒന്നും കളയാതെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. സിനിമ തുടങ്ങുന്നത് ഒരു വനിതാ ജയിലും കാണിച്ചുകൊണ്ടാണ്. ആ ജയിലിൽ തന്നെയാണ് ഈ സിനിമയിലെ നായികയും ഉള്ളത്. നായികയുടെ കൂടെ ജയിലിലാണെങ്കിൽ നായികയുടെ തന്നെ 5-6 വയസ്സ് പ്രായമുള്ള ഒരു മകനും ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചതെല്ലാം ആ ജയിലിൽ വെച്ച് തന്നെയായിരുന്നു. അതിനാൽ നായികയുടെ കൂടെ ആ ജയിലിൽ തന്നെയായിരുന്നു ആ കുഞ്ഞും വളർന്നത്. ഇന്നത്തെ ദിവസം നായിക തന്റെ ശിക്ഷയുടെ കാലാവധിയെല്ലാം തീർന്നതിനാൽ തന്നെ ജയിലിൽ നിന്നും റിലീസ് ആവുകയാണ്. ജയിലിൽ നിന്നും നായിക പോകാൻ തുടങ്ങുമ്പോഴാണ് ആ ജയിലിൽ ഉണ്ടായിരുന്ന ഷംനാത്ത എന്നൊരു സ്ത്രീ നായികയെ വിളിച്ച് നിന്റെ ശിക്ഷയുടെ കാലാവധി കുറച്ചത് താനാണെന്നും അതിനാലാണ് നീ ഇപ്പോൾ റിലീസ് ആയതെന്നും ഞാനും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ റിലീസ് ആവുമെന്നും ഞാൻ വെളിയിൽ വരുമ്പോഴേക്കും ഞാൻ തന്ന നമ്പറിലേക്ക് എന്നെ വിളിക്കണമെന്നും നീ എന്റെ കൂടെ വന്നാൽ നിനക്ക് ധാരാളം പണം കിട്ടുന്ന ജോലി ഞാൻ തരാമെന്നും പറയുന്നു. നായികയാണെങ്കിൽ അതിനെല്ലാം ഓക്കെയും പറഞ്ഞ് തന്റെ മകനെയും കൂട്ടി ജയിൽ വാർഡന്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ശരിക്കും ഈ ഷംനാത്തി എന്ന സ്ത്രീ പെണ്ണുങ്ങളെ എല്ലാം വെച്ച് തെറ്റായ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അതിനാലാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും. നായിക ഇപ്പോൾ ജയിൽ വാർഡന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. വാർഡൻ നായികയ്ക്ക് ഇത്രയും നാളും നായിക ജയിലിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് ശമ്പളം കൊടുക്കുകയും ഒപ്പം നായികയ്ക്ക് പുറത്തൊരു ജോലി റെഡിയാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ ജോലി സ്ഥലത്തെ അഡ്രസ്സും കൊടുക്കുന്നു. അതെല്ലാം വാങ്ങി ജയിലിന് പുറത്തു വന്ന നായിക വാർഡൻ കൊടുത്ത ജോലി സ്ഥലത്തെ അഡ്രസ്സും ഷംനാത്ത് കൊടുത്ത ഫോൺ നമ്പറും എല്ലാം അവിടെ തന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് തന്റെ മകനെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. എങ്ങോട്ട് പോകണമെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ആരുടെയും ആശ്രയമില്ലാതെ തന്റെ മകനെ വളർത്തണമെന്നുള്ള ആഗ്രഹവും അതിനുള്ള ധൈര്യവും അവൾക്കുണ്ടായിരുന്നു. നായിക തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് ഒരു ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ കയറി നല്ലതുപോലെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ആ ഹോട്ടൽ നടത്തുന്നതാണെങ്കിൽ പ്രായമായ ഒരു അപ്പച്ചനായിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നായിക അപ്പച്ചനോട് തന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലെന്ന് പറയുന്നു. അത് കേട്ട് കലിപ്പായ അപ്പച്ചനും നായികയെ നല്ല രീതിയിൽ തന്നെ വഴക്കു പറയുകയും എന്നാൽ നായികയുടെ കൂടെ ഒരു കുഞ്ഞുള്ളതിനാൽ ക്ഷമിച്ച് അവിടെ നിന്നും പൊയ്ക്കോളാനും പറയുന്നു. അതിന് നായിക അപ്പച്ചനോട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരാമോ എന്നും ശമ്പളമൊന്നും തരേണ്ടെന്നും എനിക്കും മകനുമുള്ള ഭക്ഷണം മാത്രം തന്നാൽ മതിയെന്നും ജോലിയെല്ലാം ചെയ്ത് ഞങ്ങൾ ഈ കടയിൽ തന്നെ കഴിഞ്ഞോളാം എന്നും പറയുന്നു. അതിനാ അപ്പച്ചനും ഇവിടെ അതിനുള്ള കച്ചവടമൊന്നും ഇല്ലെന്നും ഇവിടെ നിന്നും കിട്ടുന്ന പണം എന്റെ വീട്ടിലേക്ക് പോലും തികയില്ലെന്നും പറയുന്നു. അതൊരു ഗ്രാമത്തിലുള്ള ഹോട്ടൽ ആയിരുന്നതിനാൽ തന്നെ അവിടെ വലിയ കച്ചവടമോ വരുമാനമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നായിക തന്റെ മകനെയും കൂട്ടി അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവരെ കണ്ട് സങ്കടം തോന്നിയ അപ്പച്ചനാണെങ്കിൽ നായികയ്ക്ക് ആ കടയിൽ ജോലി കൊടുക്കുകയും ഒപ്പം നായികയോട് പേരെന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. നായിക തന്റെ പേര് ഇന്ദു എന്നാണെന്നും മകന്റെ പേര് അഭിജിത്ത് എന്നാണെന്നും പറയുന്നു. അഭിജിത്ത് എന്ന പേര് ആ മകൻ കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ദു എന്നതും കള്ളപ്പേര് തന്നെയായിരുന്നു. തൽക്കാലം നമുക്ക് നായികയെ ഇന്ദു എന്നും മകനെ അഭിജിത്ത് എന്നും തന്നെ വിളിക്കാം. അടുത്ത ദിവസം മുതൽ ഇന്ദു ആ ഹോട്ടലിലെ ജോലികളെല്ലാം നല്ല ഭംഗിയായി തന്നെ ചെയ്യാനും തുടങ്ങി. ഇന്ദു കഷ്ടപ്പെട്ട് ജോലി ചെയ്തത് വെറുതെ ആയില്ല. എന്തെന്നാൽ ആ ഹോട്ടലിൽ പതിയെ പതിയെ കച്ചവടം കൂടാൻ തുടങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ വരുമാനവും കൂടാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ ഹോട്ടലിലേക്ക് ഒരു ഡ്രൈവർ വരികയും ഇന്ദുവിനെ കണ്ട ഡ്രൈവർ ഇന്ദുവിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അതിന് ആ അപ്പച്ചൻ ഡ്രൈവറിനോട് ഇതെനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണെന്നും പേര് ഇന്ദുവെന്നാണെന്നും എല്ലാം പറയുന്നു. അത് കേട്ട ഡ്രൈവർ അപ്പച്ചനോട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണോ അതോ നിങ്ങൾ കല്യാണം കഴിച്ച കുട്ടിയാണോ എന്നെല്ലാം ചോദിച്ച് കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയും ചെയ്തു. അത് കേട്ട അപ്പച്ചനും തന്റെ വീടിന്റെ താക്കോൽ ഇന്ദുവിനെ ഏൽപ്പിച്ചിട്ട് ഇനി മുതൽ നീ ഈ ഹോട്ടലിൽ കിടക്കേണ്ടെന്നും എന്റെ മോളെ പോലെ എന്റെ വീട്ടിലേക്ക് പോരാനും പറയുന്നു. അത് കേട്ട ഇന്ദുവും എന്തൊക്കെയോ കുറച്ചു നേരം ആലോചിക്കുന്നുമുണ്ട്. അടുത്ത ദിവസം അപ്പച്ചൻ കടയിൽ വന്നു നോക്കുമ്പോൾ ഇന്ദു അവിടെ ഉണ്ടായിരുന്നില്ല. അതെ, ഇന്ദു ആ അപ്പച്ചനോട് ഒന്നും പറയാതെ തന്റെ മകൻ അഭിജിത്തിനെയും കൂട്ടി അവിടെ നിന്നും പോയിരുന്നു. അഭിജിത്ത് ആണെങ്കിൽ അമ്മയോട് നമ്മൾ എന്തിനാണ് അപ്പച്ചന്റെ അടുത്ത് നിന്നും പോകുന്നതെന്ന് ചോദിക്കുന്നുമുണ്ട്. അതിന് ഇന്ദു മകനോട് നമുക്ക് നമ്മൾ മാത്രം മതിയെന്നും നമ്മുടെ കൂടെ വേറെ ആരും വേണ്ട എന്നും പറഞ്ഞ് അടുത്ത ജോലിയും തേടി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നും പോകുന്ന ഇന്ദു പിന്നീട് ഒത്തിരി സ്ഥലങ്ങളിലായി ധാരാളം ജോലികൾ ചെയ്യുകയും ചെയ്തു. ഓരോ സ്ഥലത്തും ഇന്ദുവിന് ഓരോരോ പേരുകളായിരുന്നു. അതുപോലെ തന്നെ തന്റെ മകനും വേറെ വേറെ പേരുകളാണ് ഇന്ദു ഓരോരോ സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്നതും. ഹിന്ദുവായും ക്രിസ്ത്യനായും മുസ്ലിമായും എല്ലാം ഇന്ദു പലതരം ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നോട് ആരെങ്കിലും സഹതാപം കാണിക്കുകയോ കൂട്ടുചേരാൻ വരികയോ ചെയ്താൽ തന്റെ അവിടുത്തെ ജോലി ഇന്ദു അവസാനിപ്പിക്കുമായിരുന്നു. ഇന്ദു ഇപ്പോൾ മേരി എന്ന പേരിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് ഇന്ദു ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇന്ദു പണ്ട് അപ്പച്ചന്റെ ഹോട്ടലിൽ ജോലിക്ക് നിന്നപ്പോൾ ആ ഹോട്ടലിൽ വന്നിട്ടുള്ള ഡ്രൈവർ ലോഡുമായി ഇവിടേക്ക് വരുന്നത്. ഇന്ദുവിനെ കണ്ട ഡ്രൈവർ ഇന്ദുവിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഇന്ദുവല്ലേ, ആ അപ്പച്ചന്റെ കടയിൽ നിന്ന് എന്തിനാണ് ജോലി ഉപേക്ഷിച്ച് വന്നത്
ചെയ്തതെന്നെല്ലാം ചോദിക്കുകയാണ്. അതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന ഇന്ദു ജോലി ചെയ്യുന്ന സ്ഥലത്തെ സൂപ്പർവൈസറും അവളുടെ പേര് ഇന്ദു എന്നല്ല മേരിയാണെന്നും അവളുടെ ഭർത്താവ് മരിച്ചുപോയതിനാൽ ജോലിക്ക് വന്നതാണെന്നുമെല്ലാം പറയുന്നു. അത് കേട്ട ഡ്രൈവറും സൂപ്പർവൈസറിനോട് അവൾ കള്ളം പറയുന്നതാണെന്നും അവളുടെ പേര് ഇന്ദു എന്നാണെന്നും ഞാൻ അതെല്ലാം തെളിയിച്ചു തരാമെന്നും പറഞ്ഞ് ഇന്ദുവിനോട് കുറെ ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. ഇന്ദുവിന്റെ പേരും മകന്റെ പേരും ഇന്ദുവിന്റെ ഹസ്ബൻഡിന്റെ പേരും അവരുടെ ശരിക്കുള്ള സ്ഥലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡ്രൈവർ ഇന്ദുവിനോട് ചോദിച്ചത്. ഇന്ദു ആണെങ്കിൽ അതിനെല്ലാം കറക്റ്റായി മറുപടി പറയുകയും ചെയ്തു. ഇന്ദുവിനോടെല്ലാം ചോദിച്ചതിനു ശേഷം ആ ഡ്രൈവർ സൂപ്പർവൈസറിനെയും കൂട്ടി ഇന്ദുവിന്റെ മകന്റെ അടുത്ത് ചെന്നിട്ട് ഇന്ദുവിനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ ഇന്ദുവിന്റെ മകനോടും ചോദിക്കുകയാണ്. ഇന്ദു പറഞ്ഞ അതേ മറുപടി തന്നെയായിരുന്നു ഇന്ദുവിന്റെ മകനും പറഞ്ഞത്. അതിനാൽ തന്നെ ആ ഡ്രൈവറിനത് ഇന്ദു ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞതുമില്ല. അതായത് ഇന്ദു ഓരോ സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ തന്റെ മകനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു. എന്തായാലും ആ സംഭവത്തിന് ശേഷം ഇന്ദു ആ ജോലിയും ഉപേക്ഷിച്ചു. ഇപ്പോൾ പുതിയ സ്ഥലത്ത് പുതിയ പേരിൽ ഒരു വീട്ടിൽ വീട്ടുജോലിക്കാരിയായാണ് ജോലി ചെയ്യുന്നത്. ആ വീട്ടിലാണെങ്കിൽ ഇന്ദുവിന്റെ മകന്റെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അവന്റെ പേര് വാസുദേവ് എന്നാണ്. അവന്റെ അച്ഛനാണെങ്കിൽ ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഈ വാസുദേവ് അവിടെയുള്ള ഒരു വലിയ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവൻ സ്കൂളിലേക്ക് പോയിരുന്നത് ഒരു ഓട്ടോയിലായിരുന്നു. ഒരു ദിവസം വാസുദേവ് സ്കൂളിലേക്ക് പോകുന്ന വഴി അവൻ സ്കൂളിലേക്ക് പോയ ഓട്ടോ ആക്സിഡന്റായി വാസുദേവ് മരിക്കുകയാണ്. അതിനാൽ തന്നെ ഇന്ദു അവിടുത്തെ ജോലിയും ഉപേക്ഷിച്ച് അടുത്ത ഒരു പുതിയ സ്ഥലവും ജോലിയും തേടി പോവുകയാണ്. ഇന്ദു അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് മരിച്ചുപോയ വാസുദേവിന്റെ ആധാറും ബർത്ത് സർട്ടിഫിക്കറ്റും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എവിടേക്ക് പോകുമെന്ന് ആലോചിച്ച് ഇന്ദു അവിടെയുള്ള ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോഴാണ് ആ ബസ് സ്റ്റാൻഡിലായി തലയ്ക്ക് സുഖമില്ലാത്ത ഒരു പെൺകുട്ടിയെ കാണുന്നത്. ആ പെണ്ണിന്റെ കഴുത്തിൽ ഒരു ID കാർഡും ഉണ്ടായിരുന്നു. അതുകണ്ട ഇന്ദുവും ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ആ ID കാർഡ് വാങ്ങാൻ ശ്രമിച്ചെങ്കിലും ആ പെൺകുട്ടിയാണെങ്കിൽ അത് കൊടുത്തതുമില്ല. എങ്കിലും ഇന്ദു ആ പെൺകുട്ടിക്ക് കുറെ ഭക്ഷണമെല്ലാം വാങ്ങിക്കൊടുത്തതിനു ശേഷം ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ആ ID കാർഡ് വാങ്ങിയെടുക്കുകയും ചെയ്തു. ആ ID കാർഡിൽ ഷെർലി എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. അതൊരു ഹോം ടേക്കർ ജോലിയുടെ ID കാർഡ് ആയിരുന്നു. അതായത് വയസ്സായവരെയും വയ്യാതെ കിടക്കുന്നവരെയും എല്ലാം അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ജോലികളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഏജൻസിയിൽ ആ പെൺകുട്ടി ജോലി ചെയ്തിരുന്നു. ആ ഏജൻസിയിലെ ID കാർഡ് ആയിരുന്നു അത്. അങ്ങനെ പത്രത്തിൽ നിന്നും ഒരു ഹോം ടേക്കറുടെ ജോലി കണ്ടുപിടിച്ച ഇന്ദു ഇനി ഈ പെൺകുട്ടിയുടെ ID വെച്ച് കുറച്ചുനാൾ ഹോം ടേക്കർ ജോലി ചെയ്യാമെന്നും വിചാരിച്ച് പത്രത്തിലുണ്ടായിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ആ ജോലിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അത് നടക്കാനൊന്നും കഴിയാത്ത വീൽ ചെയറിലുള്ള ഒരു വല്യമ്മച്ചിയെ നോക്കാനുള്ള ജോലിയായിരുന്നു. ആ വല്യമ്മച്ചിക്ക് ആകെയുള്ളത് ഒരു മകനാണ്. ആ മകനാണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. വീട്ടിലാണെങ്കിൽ ആ വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ. വല്യമ്മച്ചിയാണെങ്കിൽ വലിയ ദേഷ്യക്കാരിയുമായിരുന്നു. അതിനാൽ കുറച്ച് സൂക്ഷിച്ചു വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്നെല്ലാം ആ ഏജൻസിയിൽ നിന്നും ഇന്ദുവിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ദു തന്റെ പുതിയ പേരായ ഷെർലി എന്ന പേരിൽ ആ വല്യമ്മച്ചിയെ നോക്കാനായി വല്യമ്മച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനാൽ തന്നെ ഇനി കുറച്ചു നേരം ഇന്ദുവിനെ ഷെർലി എന്നാണ് വിളിക്കുന്നത്. ഷെർലി ഏജൻസിയിൽ നിന്നും കിട്ടിയ വീട്ടിലുള്ള അഡ്രസ്സിൽ വന്ന് നോക്കിയാൽ അവിടെയാണെങ്കിൽ ആരെയും കാണാനുമില്ലായിരുന്നു. കുറെ വിളിച്ചു നോക്കിയെങ്കിലും വീടിനകത്തു നിന്നും ആരും വിളി കേട്ടതുമില്ല. അപ്പോഴാണ് ഷെർലി ആ വീടിന്റെ വാതിൽ പൂട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കാണുന്നത്. അങ്ങനെ ഷെർലി ആ വീടിനകത്തേക്ക് പോവുകയാണ്. അകത്തു വന്ന് നോക്കുമ്പോൾ ഷെർലി നോക്കാൻ വന്ന വല്യമ്മച്ചി നല്ല ഉറക്കത്തിലുമായിരുന്നു. അതേസമയം ആ വീട്ടിലുണ്ടായിരുന്ന ടെലിഫോൺ അടിക്കുകയാണ്. അത് കണ്ട ഇന്ദുവും ഫോൺ എടുത്ത് സംസാരിക്കുകയും ചെയ്തു. ആ ഫോണിൽ വിളിച്ചത് വല്യമ്മച്ചിയുടെ വിദേശത്തുള്ള മകനായിരുന്നു. വല്യമ്മച്ചിയുടെ മകൻ ഷെർലിയോട് നീയാണോ എന്റെ അമ്മച്ചിയെ പുതിയതായി നോക്കാൻ വന്നയാൾ? ഞാൻ എല്ലാ മാസവും 1-ാം തീയതി 1 മണിക്ക് വിളിക്കുമെന്നും നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏജൻസിയിൽ പറഞ്ഞാൽ മതിയെന്നും പിന്നെ അമ്മച്ചി ഒരു പ്രത്യേക ടൈപ്പ് ആണെന്നും അതിനാൽ നോക്കിയും കണ്ടും നിൽക്കണമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഫോൺ കട്ട് ചെയ്ത ഷെർലിയും തനിക്ക് എന്തായാലും ജോലി കിട്ടിയത് നല്ല സ്ഥലത്ത് തന്നെയാണല്ലോ എന്നും ഓർത്ത് തിരിഞ്ഞു നോക്കുമ്പോഴതാ അവിടെയുള്ള വല്യമ്മച്ചി വീൽ ചെയറിൽ കയ്യിൽ ഒരു തോക്കുമായി ഷെർലിയുടെ നേരെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കണ്ട് ഷെർലി നല്ല രീതിക്ക് പേടിച്ചു പോയി. ഷെർലിയുടെ മകനാണെങ്കിൽ 2 കൈയും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുമുണ്ട്. ആ വല്യമ്മച്ചി ഷെർലിയോട് നീയാണോ എന്നെ പുതിയതായി നോക്കാൻ വന്നയാൾ എന്ന് ചോദിക്കുന്നു. അതിനു ഷെർലിയും അതെ, എന്റെ പേര് ഷെർലി, എന്നെ ഏജൻസിയിൽ നിന്നും പറഞ്ഞു വിട്ടതാണെന്നും പറയുന്നു. ഷെർലി ജോലിക്ക് വന്നതാണെന്ന് മനസ്സിലാക്കിയ വല്യമ്മച്ചിയും ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ലെന്നും തനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ടെന്നും അതിനാൽ വേഗം എന്തെങ്കിലും കഴിക്കാനായി ഉണ്ടാക്കി തരാനും പറയുന്നു. എന്തായാലും ആ വല്യമ്മച്ചിയുടെ തോക്കു പ്രയോഗത്തിൽ ഷെർലി നല്ലതുപോലെ പേടിച്ചിരുന്നു. അതിനേക്കാളേറെ ഷെർലിയുടെ മകനും പേടിച്ചു പോയിരുന്നു. അതിനാൽ ഷെർലി തന്റെ മകനെ ആ വല്യമ്മച്ചി ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഷെർലി അത്യാവശ്യം ആ വല്യമ്മയെ കുറിച്ചെല്ലാം മനസ്സിലാക്കി വല്യമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനും തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരിക്കൽ ഷെർലി വല്യമ്മച്ചിയോട് വല്യമ്മച്ചി എന്താ ആരോടും അധികം സംസാരിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ആദ്യം ദേഷ്യം വന്നെങ്കിലും വല്യമ്മച്ചി ഷെർലിയോട് ഞാൻ എന്റെ പയ്യനോട് മാത്രമാണ് മിണ്ടാത്തതെന്നും തന്റെ പയ്യനോട് മിണ്ടാത്തതിന്റെ കാരണം എന്താണെന്നും പറയുന്നു. ഈ വല്യമ്മച്ചിയുടെ ഭർത്താവ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു.
അഹിംസയുടെ വഴിയിലൂടെ പോരാടിയ ആളല്ല, മറിച്ച് വെള്ളക്കാരെയെല്ലാം വെടിവെച്ച് കൊന്നായിരുന്നു അദ്ദേഹം പോരാട്ടം നടത്തിയിരുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ മകൻ വിദേശത്ത് പോയി വെള്ളക്കാരന്റെ അടിമയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാലാണ് വല്യമ്മച്ചി തന്റെ മകനോട് മിണ്ടാത്തതും. അത് കേട്ട ഷെർലിയും 15 വർഷമായില്ലേ മകനുമായി മിണ്ടാതെയായിട്ട്, ഇനിയെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ എന്ന് ചോദിക്കുന്നു. അതിനു വല്യമ്മച്ചിയും, പണ്ട് എന്റെ ഭർത്താവിനെ കിട്ടാത്തതിന്റെ പേരിൽ ബ്രിട്ടീഷ് പോലീസുകാർ എന്നെ പിടിച്ചുകൊണ്ടുപോയി 6 മാസം അടച്ചുവെച്ചു. അന്ന് അവരെന്നെ ഒത്തിരി ചിത്രവധം ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും എന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു അക്ഷരം പോലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ മിണ്ടാതിരുന്ന ഞാൻ ഇപ്പോൾ മിണ്ടുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ആരോടും പെട്ടെന്ന് അറ്റാച്ച് ഒന്നും ആകിയാലാത്ത വല്യമ്മച്ചിയും ഷെർലിയെ കുറിച്ചൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. കാരണം അത്രയ്ക്ക് നന്നായാണ് ഷെർലി വല്യമ്മച്ചിയെ നോക്കിയിരുന്നതും. അങ്ങനെ ദിവസങ്ങൾ കുറെ കഴിഞ്ഞുപോയി. ഷെർലി ഇപ്പോൾ തന്റെ മകനെ ആ ഗ്രാമത്തിലുള്ള ഒരു സ്കൂളിൽ വല്യമ്മച്ചി അറിയാതെ ചേർക്കുകയും ചെയ്തു. ഷെർലി തന്റെ മകനെ സ്കൂളിൽ ചേർത്തത് ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്നും മരിച്ചുപോയ വാസുദേവ് എന്ന പയ്യന്റെ ആധാറും ബർത്ത് സർട്ടിഫിക്കറ്റും എല്ലാം എടുത്തതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ആ സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ചാണ് ഷെർലി തന്റെ മകനെ സ്കൂളിൽ ചേർത്തതും. ഒരു ദിവസം ഈ വല്യമ്മച്ചിയുടെ വീട്ടുമുറ്റത്തുള്ള ഒരു വലിയ മാവിൽ നിന്നും മാങ്ങ പറിക്കാനായി ആ നാട്ടിലെ കുറെ കുട്ടികൾ അവിടേക്ക് വരികയാണ്. ആ കുട്ടികൾക്കാണെങ്കിൽ അവർ നിന്നും മാങ്ങ പറിച്ചാൽ ആ വീട്ടിലെ വല്യമ്മച്ചി തോക്കുവെച്ച് വെടിവെക്കുമെന്ന് അറിയാമായിരുന്നു. അതിനാൽ തന്നെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെയാണ് ആ കുട്ടികൾ മാങ്ങ പറിക്കാനായി വന്നതും. എന്നാൽ കുട്ടികൾ തന്റെ മുറ്റത്ത് മാങ്ങ പറിക്കാൻ വന്നതറിഞ്ഞ വല്യമ്മച്ചയും തന്റെ തോക്കുമെടുത്ത് വീൽ ചെയറിൽ മുറ്റത്തേക്ക് വന്ന് ആ മാവിന് മുകളിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ നേരെ ഷൂട്ട് ചെയ്യുകയാണ്. വെടിയൊച്ച കേട്ട കുട്ടികളാണെങ്കിൽ അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. വെടിയൊച്ച കേട്ട ഷെർലി ആണെങ്കിൽ വേഗം അവിടേക്ക് ഓടി വന്ന് ആ വല്യമ്മച്ചിയെ വഴക്ക് പറയുകയാണ്. ആ കുട്ടികൾ മാങ്ങ പറിച്ചുവെന്നും കരുതി അവരെ എന്തിനാണ് ഷൂട്ട് ചെയ്തത്? അറിയാതെ എങ്ങാനും അവരുടെ ആരുടെയെങ്കിലും ദേഹത്ത് കൊണ്ടാൽ എന്താകുമെന്നെല്ലാം ചോദിക്കുന്നു. അതെല്ലാം കേട്ട വല്യമ്മച്ചിക്കാണെങ്കിൽ കട്ടക്കലിപ്പാകുന്നുണ്ടായിരുന്നു. അതിനാൽ വല്യമ്മച്ചി തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഷെർലിയുടെ നേരെ ചൂണ്ടി ഷെർലിയെ ഷൂട്ട് ചെയ്യുകയാണ്. അത് കണ്ട ഷെർലിയുടെ മകൻ പേടിച്ചുറക്കെ കരയുകയും ചെയ്തു. തോക്കിൽ നിന്നും ഫയർ ആയെങ്കിലും ഷെർലിക്കൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഷെർലിയും നല്ലതുപോലെ പേടിച്ചു പോയിരുന്നു. കാരണം ഷെർലിയെ ആണെങ്കിൽ ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വല്യമ്മച്ചി തന്റെ കയ്യിലുള്ള തോക്കിലെ ബുള്ളറ്റ് ഷെർലിയെ കാണിച്ചു കൊടുക്കുന്നത്. അതിൽ പച്ച കളർ ബുള്ളറ്റും ചുവപ്പ് കളർ ബുള്ളറ്റും ഉണ്ടായിരുന്നു. ആ പച്ച കളർ ബുള്ളറ്റ് വെച്ച് ഷൂട്ട് ചെയ്താൽ ശബ്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചുവപ്പ് കളർ ബുള്ളറ്റ് വെച്ച് ഷൂട്ട് ചെയ്താൽ മാത്രമേ ആളുകളുടെ ദേഹത്ത് കൊള്ളുകയുള്ളൂ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഷെർലിയും വല്യമ്മച്ചിയും തമ്മിലുള്ള അടുപ്പവും കൂടിക്കൊണ്ടിരുന്നു. അതിനാൽ തന്നെ വല്യമ്മച്ചി തന്റെ കഥകളെല്ലാം ഷെർലിയോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം വല്യമ്മച്ചി ഷെർലിയോട്, ഞാൻ എന്റെ കഥകളെല്ലാം നിന്നോട് പറഞ്ഞല്ലോ, നീ ഇനി നിന്റെ കഥ പറയാൻ പറയുകയാണ്. അതിനു ഷെർലി എന്നെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നും പറയുന്നു. അതിനു വല്യമ്മച്ചി നിന്നെക്കുറിച്ച് പറയാനൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥയെങ്കിലും പറയാൻ പറയുന്നു. അങ്ങനെ ഷെർലി ഒരു കഥ പറയാൻ തുടങ്ങി. ഒരിടത്തൊരു രാക്ഷസനുണ്ടായിരുന്നു. ആ രാക്ഷസന് ഒരു ഭാര്യയും ഉണ്ടായിരുന്നു. ആ രാക്ഷസനാണെങ്കിൽ അവന്റെ ഭാര്യയെ ഭയങ്കരമായി ഉപദ്രവിക്കുമായിരുന്നു. എങ്കിലും എല്ലാം ശ്രമിച്ച് ആ ഭാര്യ ആ രാക്ഷസന്റെ കൂടെ തന്നെ കഴിയുകയും ചെയ്തു. അങ്ങനെ അവൾ ഗർഭിണിയാവുകയും ചെയ്തു. എങ്കിലും ആ രാക്ഷസൻ അവളെ ഉപദ്രവിക്കുന്നത് നിർത്തിയിരുന്നില്ല. അവസാനം തന്റെ കുഞ്ഞ് ഈ രാക്ഷസനോടൊപ്പം വളർന്നാൽ ആ രാക്ഷസനെ പോലെ തന്നെ ആയി മാറുമോ എന്ന് ഭയന്ന് അവൾ ആ രാക്ഷസനെ കൊല്ലുകയാണ്. ആ രാക്ഷസനെ കൊന്ന അവൾ ആ രാക്ഷസനെ കുഴിച്ചിട്ടതിനു ശേഷം ആ കുഴിയുടെ മുകളിൽ ഒരു വാഴയും നട്ടു. അതിനുശേഷം ആ രാക്ഷസന്റെ ഭാര്യ പോലീസിൽ കീഴടങ്ങിയും ചെയ്ത കൊലയ്ക്ക് ജയിൽ ശിക്ഷയും അനുഭവിച്ചു. ആ ജയിൽവാസത്തിനിടയിൽ ജയിലിൽ വെച്ച് തന്നെ അവൾ ആ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അതെ, ഷെർലി തന്റെ കഥ തന്നെയായിരുന്നു ആ വല്യമ്മച്ചിയോട് പറഞ്ഞത്. ആ വല്യമ്മച്ചിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അതിനാൽ വല്യമ്മച്ചി ഷെർലിയോട്, നീയും നിന്റെ മകനും ഇനി ഇവിടെ തന്നെ താമസിച്ചോളൂ. ഇത്രയും വലിയ വീട്ടിൽ ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ്. മാത്രവുമല്ല എന്റെ ആരോഗ്യസ്ഥിതി ആണെങ്കിൽ മോശവുമാണ്. ഞാൻ ഇനി അധികകാലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ വീട്ടിൽ നിന്നും എവിടെയും പോകരുത്. മാത്രവുമല്ല ഞാൻ മരിച്ചാലും ആരെയും അറിയിക്കരുത്. പ്രത്യേകിച്ച് എന്റെ മകനെ അറിയിക്കരുത്. അവൻ എന്നെ ഇനി കാണാനേ പാടില്ല. ഇവിടെ എവിടെയെങ്കിലും എന്നെ കുഴിച്ചിട്ടാൽ മതി. അതിനുശേഷം അതിനു മുകളിലും ഒരു വാഴ വെച്ചേക്കണം എന്നെല്ലാം പറഞ്ഞ് ആ വല്യമ്മച്ചി പൊട്ടിച്ചിരിക്കുകയാണ്. അത് കേട്ട് ഷെർലിയും ആ വല്യമ്മച്ചിക്കൊപ്പം ചിരിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സ്കൂൾ വിട്ടു വന്ന തന്റെ മകനെ കൂട്ടിക്കൊണ്ടുവരാനായി സ്കൂൾ വണ്ടി വരുന്ന സ്ഥലത്തേക്ക് ഷെർലി ചെന്ന് നോക്കുമ്പോൾ സ്കൂൾ വണ്ടി നേരത്തെ തന്നെ വന്നിട്ട് പോയിരുന്നു. എന്നാൽ തന്റെ മകനെ ആണെങ്കിൽ അവിടെയെങ്ങും കാണാനുമില്ലായിരുന്നു. അത് കണ്ട ഷെർലിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ആകാൻ തുടങ്ങി. അങ്ങനെ അവൾ അവിടെയെല്ലാം അന്വേഷിച്ചപ്പോഴാണ് ആ ഗ്രാമത്തിലുള്ള കുട്ടികളുടെ കൂടെ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നതായി കാണുന്നത്. അത് കണ്ട ഷെർലിക്ക് ആദ്യം ദേഷ്യം വന്നെങ്കിലും തന്റെ മകനോട് ഷെർലി സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി മുതൽ ഞാൻ വരുന്നതുവരെ നീ ഈ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ നിൽക്കാവൂ. ഞാൻ വരുന്നതുവരെ വേറെ എവിടെയും പോകരുത്. എത്ര താമസിച്ചാലും ഞാൻ വന്നിരിക്കും. അതിനു ഷെർലിയുടെ മകനും, ശരി അമ്മേ, ഞാൻ ഇനി എവിടെയും പോകില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു.
ഒരു ദിവസം ഷെർലി വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനായി ടൗണിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ചൊരു സ്ത്രീയെ കണ്ടുമുട്ടുകയാണ്. അതാരാണെന്ന് വെച്ചാൽ ജയിലിൽ നിന്നും ഷെർലി പുറത്തു വരാൻ നേരം ഞാൻ ജയിലിൽ നിന്നും പുറത്തു വരുമ്പോൾ നീ എന്നെ വന്ന് കാണണമെന്നും നിനക്ക് ധാരാളം പണം കിട്ടുന്ന ജോലി ഞാൻ തരാമെന്നും പറഞ്ഞിരുന്ന ഷംനാത്ത എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ. ആ ഷംനാത്തയെയാണ് ഷെർലി ഇപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്നതും. ഷെർലിയെ കണ്ട ഷംനാത്ത ഷെർലിയോട് നീ ഇത്രയും നാളും എവിടെയായിരുന്നു? നിന്നോട് ഞാൻ എന്നെ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? അതെന്തായാലും പോട്ടെ, നീ ഇനി എന്റെ കൂടെ പോരെ, നിനക്ക് ധാരാളം പണം കിട്ടുന്ന ജോലി ഞാൻ തരാമെന്ന് പറയുന്നു. എന്നാൽ ഷെർലി ആണെങ്കിൽ വേഗം ഷംനാത്തെ അറിയാതെ അവിടെ നിന്നും വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിലെത്തിയ ഷെർലി ആണെങ്കിൽ തന്റെ മകനോട് വേഗം റെഡിയാകാനും നമ്മൾ ഇനി ഇവിടെ താമസിക്കുന്നില്ലെന്നും ഇവിടെ നിന്നും പോവുകയാണെന്നും എല്ലാം പറയുന്നു. അത് കേട്ട പയ്യനാണെങ്കിൽ ഇല്ല, ഞാൻ എവിടേക്കും വരുന്നില്ല, എനിക്ക് പഠിക്കണം എന്ന് പറയുകയാണ്. അത് കേട്ട ഷെർലിയും വേഗം റെഡിയായിക്കും, ഇല്ല എങ്കിൽ നിന്നെ ഇവിടെ തനിച്ചാക്കി ഞാൻ പോകും എന്ന് പറയുകയാണ്. അതേസമയം അവിടെയുള്ള വെല്ലുമ്മച്ചിക്കാണെങ്കിൽ എന്തോ വയ്യായിക പോലെ വരികയാണ്. അത് കണ്ട ഷെർലിയും ആ വെല്ലുമ്മച്ചിയുടെ മരുന്നെല്ലാം എടുത്ത് വെല്ലുമ്മച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ വെല്ലുമ്മച്ചാണെങ്കിൽ മരുന്നെല്ലാം എടുത്ത് എറിഞ്ഞിട്ട് ഷെർലിയോട് ഇനിയും എത്ര നാൾ നീ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും? നിങ്ങൾ രണ്ടുപേരും ഇനി ഈ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. ഈ കിളവിയുടെ അവസാനത്തെ ആഗ്രഹം അതാണ് എന്ന് പറയുന്നു. എന്തായാലും ആ വെല്ലുമ്മച്ചിയുടെ വാക്ക് അറം പറ്റി. എന്തെന്നാൽ അത് തന്നെയായിരുന്നു ആ വെല്ലുമ്മച്ചിയുടെ അവസാനത്തെ ആഗ്രഹം. അതോടെ ആ വെല്ലുമ്മച്ചി മരിക്കുകയും ചെയ്തു. അത് കണ്ട ഷെർലിക്കാണെങ്കിൽ വളരെയധികം സങ്കടമായി. അവൾ ഉറക്കെ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ആ വെല്ലുമ്മച്ചി പറഞ്ഞതുപോലെ തന്നെ ആ വെല്ലുമ്മച്ചി മരിച്ച കാര്യം ആരോടും പറയാതെ ആ വെല്ലുമ്മച്ചി അവിടെ ഒരു കുഴിയെടുത്ത് കുഴിച്ചിട്ടതിനു ശേഷം അതിനു മുകളിൽ ഒരു വാഴയും വെച്ചു. അതിനുശേഷം ആ വെല്ലുമ്മച്ചി ഇല്ലാതെ തന്നെ ആ വീട്ടിൽ താമസിക്കാനും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ആ വെല്ലുമ്മച്ചിയുടെ മകൻ ഫോൺ ചെയ്ത് ഞങ്ങൾ അടുത്ത വെക്കേഷനിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അത് കേട്ട ഷെർലിയും ഒരു നിമിഷം സ്റ്റക്കായി പോവുകയാണ്. അതേസമയം ആ വീട്ടുമുറ്റത്തെ മാവിൽ അവിടെയുള്ള കുട്ടികൾ മാങ്ങ പറിക്കാനായി വരികയും ചെയ്തിരിക്കുകയാണ്. അത് കണ്ട ഷെർലി ആണെങ്കിൽ ആ വെല്ലുമ്മച്ചിയുടെ തോക്കെടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് വെടിയുണ്ടയും ഇട്ട് ഷൂട്ട് ചെയ്ത് ശബ്ദമുണ്ടാക്കി ആ കുട്ടികളെയെല്ലാം അവിടെ നിന്നും പേടിപ്പിച്ച് ഓടിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഷെർലി തന്റെ മകനെ സ്കൂൾ വാനിൽ കയറ്റി വിട്ടതിനു ശേഷം തിരികെ തന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ഷെർലിക്കാണെങ്കിൽ തന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നുമുണ്ട്. അങ്ങനെ ഷെർലി വീട്ടിലെത്തിയതും അതാ വീട്ടിലെ ഫോൺ അടിക്കുന്നു. സാധാരണ വെല്ലുമ്മച്ചിയുടെ മകൻ 1-ാം തീയതി 1 മണിക്ക് ഫോൺ ചെയ്യാറുള്ളൂ. ഇതാരാണ് ഈ ഫോണിലേക്ക് ഈ സമയത്ത് വിളിക്കുന്നതെന്നോർത്ത് പോയി ഫോൺ അറ്റൻഡ് ചെയ്താൽ അപ്പുറത്തു നിന്നും ആരും സംസാരിച്ചതുമില്ല. ആരോ റോങ് നമ്പർ ആയിരിക്കുമെന്നും കരുതി ഫോൺ കട്ട് ചെയ്ത് ഷെർലി വീടിന് വെളിയിലേക്ക് വരുമ്പോഴതാ വീടിന് വെളിയിലായി ഷംനാത്ത നിൽക്കുന്നു. അത് കണ്ട ഷെർലി ഇവൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇനി എന്ത് ചെയ്യുമെന്നും ഓർത്ത് നല്ലതുപോലെ പേടിക്കുകയും ചെയ്തു. എങ്കിലും അതൊന്നും പുറത്തു കാട്ടാതെ ഷെർലി ഷംനാത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഷംനാത്ത ഷെർലിയോട് നിനക്കെന്താടി പറ്റിയത്? ആ ടൗണിൽ വെച്ച് നീ എന്തിനാണ് എന്നെയും പറ്റിച്ച് മുങ്ങിയത്? നിന്നെ വെച്ച് ഞാനാണെങ്കിൽ ധാരാളം ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജയിലിൽ വെച്ച് ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തതാണ്. എന്നിട്ട് എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പാടുണ്ടോ എന്നെല്ലാം ചോദിക്കുകയാണ്. എന്നാൽ ഷെർലിയുടെ മനസ്സിലാണെങ്കിൽ ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷത്തോടെ പോകുന്ന തന്റെയും കുഞ്ഞിന്റെയും ജീവിതത്തിൽ ഇപ്പോൾ ആകെയുള്ള ഒരു തടസ്സം ഈ ഷംനാത്തയാണ്. അതിനാൽ ഇവളെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം എന്നുള്ളതായിരുന്നു. അതേസമയം ഷംനാത്ത ഷെർലിയോട് നല്ല അടിപൊളി സ്ഥലമാണല്ലോ നീ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇവിടെയുള്ള വെല്ലുമ്മച്ചി എന്തിയെ എന്ന് ചോദിക്കുന്നു. അതിനു ഷെർലിയും വെല്ലുമ്മച്ചിക്ക് സുഖമില്ലാത്തതിനാൽ ആശുപത്രിയിലാണ് എന്ന് പറയുന്നു. അത് കേട്ട ഷംനാത്തയും ഇനി വെല്ലുമ്മച്ചി ആശുപത്രിയിൽ തന്നെയാണോ അതോ നിന്റെ സ്റ്റൈലിൽ കൊന്നു കുഴിച്ചുമൂടി മുകളിൽ വാഴയും വെച്ചോ? അതെന്തെങ്കിലും ആകട്ടെ, ഈ സ്ഥലം എന്തായാലും കൊള്ളാം, നമ്മുടെ തൊഴിലിനും പറ്റിയ സ്ഥലം തന്നെയാണ്. ഇവിടെ ആകുമ്പോൾ പോലീസ് ഒന്നും പെട്ടെന്ന് കണ്ടുപിടിക്കുകയുമില്ല. അതിനാൽ നമ്മുടെ ബിസിനസിന് ഇവിടെ തന്നെ ആരംഭിക്കാം. എന്റെ കൂടെയുള്ള പെണ്ണുങ്ങളെയെല്ലാം ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാം എന്നെല്ലാം പറയുന്നു. അതെല്ലാം കേട്ട് കലിപ്പായ ഷെർലി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വെല്ലുമ്മച്ചിയുടെ തോക്കെടുത്ത് ഷംനാത്തയെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചോരക്കറയെല്ലാം തുടയ്ക്കുകയാണ്. അതേസമയം സ്കൂൾ വിട്ട് ഷെർലിയുടെ മകൻ സ്കൂൾ വാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു. അമ്മ വരുന്നത് വരെ അവിടെ നിന്നും എവിടേക്കും പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ ആ മകൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം വീണ്ടും ഷെർലിയെ കാണിക്കുകയാണ്. ഷെർലി അവിടെയുള്ള ചോര തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വീടിന് മുമ്പിൽ ഒരു ടാക്സി കാർ വന്നു നിൽക്കുന്നത്. ആ ടാക്സി കാറിൽ വന്നതാണെങ്കിൽ വല്യമ്മച്ചിയുടെ മകനായിരുന്നു. വീടിനകം മുഴുവനുമാണെങ്കിൽ ചോരയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് ഷെർലിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. അതിനാൽ തന്നെ ആര് വീട്ടിലേക്ക് വന്നാലും അവരെ കൊന്നു കളഞ്ഞേക്കാം എന്നും കരുതിയും ഷെർലി വീണ്ടും വല്യമ്മച്ചിയുടെ തോക്കെടുക്കുകയാണ്. അതേസമയം ടാക്സി ഡ്രൈവർ തന്റെ കൂടെയുള്ള വല്യമ്മച്ചിയുടെ മകന് ഡോർ തുറന്നു കൊടുത്തതിനു ശേഷം ആ വീടിനുള്ളിലേക്ക് വരികയാണ്. പിന്നീട് കേൾക്കുന്നത് ഒരു വെടിയൊച്ചയാണ്. അങ്ങനെ സീൻ കട്ടായി അടുത്തതായി അവിടെയുള്ള പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ പവിത്രൻ എന്നൊരു CPO ഉണ്ട്. ഈ പവിത്രൻ ആളൊരു പാതി സൈക്കോയായിരുന്നു. തനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നൊരു മനോഭാവക്കാരനായിരുന്നു ഈ പവിത്രൻ. അതേ സ്റ്റേഷനിൽ തന്നെ
സിസിലി എന്നൊരു ലേഡി കോൺസ്റ്റബിളും ഉണ്ടായിരുന്നു. ആ സിസിലിയും പവിത്രനും തമ്മിൽ സ്നേഹത്തിലുമായിരുന്നു. കൂടെ ജോലി ചെയ്യുന്നവർ പവിത്രന്റെ സൈക്കോതരത്തെ കുറിച്ച് സിസിലിയോട് പറഞ്ഞെങ്കിലും സിസിലി അവരോടെല്ലാം പവിത്രന് ഇഷ്ടമില്ലാത്തവരോട് മാത്രമേ പവിത്രൻ അങ്ങനെയെല്ലാം ചെയ്യുകയുള്ളൂ എന്നും പവിത്രന് തന്നെ ഒത്തിരി ഇഷ്ടമാണെന്നും അതിനാൽ തന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറയുന്നു. അതേസമയം ആ സ്റ്റേഷനിലേക്ക് ഒരു കുഞ്ഞു പയ്യൻ കുറെ നേരമായി ഒരേ സ്ഥലത്ത് തന്നെ എവിടേക്കും പോകാതെ നിൽക്കുകയാണ് എന്നും പറഞ്ഞ് ഒരു കേസ് വരികയാണ്. ഷെർലിയുടെ മകനായിരുന്നു ആ പയ്യൻ. സ്കൂൾ വിട്ടു വന്ന പയ്യൻ അമ്മ വരാത്തതിനാൽ അമ്മയെയും കാത്തു നിൽക്കുന്നതായിരുന്നു അവിടെ. ആ പയ്യനോട് അമ്മ ഷെർലി ബസ് ഇറങ്ങിയതിനു ശേഷം ഈ സ്ഥലത്ത് നിന്നും എവിടെയും പോകരുതെന്നും എത്ര തന്നെ വൈകിയാലും അമ്മ വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനാലാണ് ആ പയ്യൻ അവിടെ തന്നെ നിൽക്കുന്നതും. സ്റ്റേഷനിൽ നിന്നും ആ പയ്യന്റെ കേസ് അന്വേഷിക്കാൻ വന്നത് CPO പവിത്രനായിരുന്നു. പവിത്രൻ വന്ന് നോക്കുമ്പോഴതാ ആ പയ്യൻ ഷർട്ടും പാന്റും ഒന്നുമില്ലാതെ വെറും ഷഡ്ഡി മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്നു. ആ പയ്യന്റെ അടുത്ത് വന്ന പവിത്രനും നിന്റെ വീട് എവിടെയാണ്, അമ്മയുടെ പേരെന്താണ്, അച്ഛന്റെ പേരെന്താണ്, നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നെല്ലാം ചോദിച്ചെങ്കിലും ആ പയ്യൻ ഒന്നിനും മറുപടി പറയാതെ അനങ്ങാതെ നിൽക്കുകയാണ് ചെയ്തത്. അതിനാൽ തന്നെ പവിത്രൻ ആ പയ്യനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. സ്റ്റേഷനിലുള്ള എല്ലാവരും ആ പയ്യനോട് മാറി മാറി ഓരോരോ കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ആ പയ്യൻ ഒന്നിനും മറുപടി പറഞ്ഞതുമില്ല. അതേസമയം സ്റ്റേഷനിലേക്ക് വന്ന SI ആ പയ്യൻ ഷഡ്ഡി മാത്രം ഇട്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ള പോലീസുകാരോടെല്ലാവരോടും ചെറിയ പയ്യനെ എന്തിനാണ് ഷഡ്ഡി മാത്രം ഇടിച്ച് നിർത്തിയിരിക്കുന്നത് എന്നും ചോദിച്ചു വഴക്കു പറയുകയും ചെയ്തു. അതിന് പവിത്രനും സാർ ഈ പയ്യനെ ഇങ്ങനെയാണ് കിട്ടിയതെന്ന് പറയുന്നു. ആ SIക്കും പവിത്രനെ സ്നേഹിക്കുന്ന സിസിലിയുടെ മേലൊരു നോട്ടമുണ്ടായിരുന്നു. അതിനാൽ തന്നെ SIക്ക് പവിത്രനോട് ഒരു ചെറിയ അസൂയയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനാൽ SI പവിത്രനോട് ഇതൊരു ചെറിയ കുട്ടിയായതിനാൽ രാത്രിയിൽ സ്റ്റേഷനിൽ നിർത്താൻ പറ്റില്ലെന്നും ഇന്നൊരു ദിവസത്തേക്ക് ഇവനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാനും പറയുന്നു. വേറെ വഴിയില്ലാതെ പവിത്രനും ആ പയ്യനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പവിത്രൻ ഉറങ്ങിയതിനു ശേഷം ആ പയ്യൻ പവിത്രന്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും വാതിലെല്ലാം പൂട്ടിയിരുന്നതിനാൽ തന്നെ അവൻ അതിന് കഴിഞ്ഞതുമില്ല. അടുത്ത ദിവസം പവിത്രൻ ആ പയ്യനെ കിട്ടിയ സ്ഥലത്ത് പോയി അവിടെയുള്ളവരോടെല്ലാം ആ പയ്യനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അതേസമയം തന്നെ പവിത്രന് അവിടെ നിന്നും ഒരു സ്കൂൾ ബാഗ് കിട്ടുകയും ചെയ്തു. ആ ബാഗ് ആ പയ്യന്റേതാണെന്ന് മനസ്സിലാക്കിയ പവിത്രൻ അത് തുറന്നു നോക്കുമ്പോഴാണ് ആ ബാഗിനകത്ത് ആ പയ്യന്റെ യൂണിഫോം ഉള്ളതായി കാണുന്നത്. അതായത് ആ പയ്യൻ തന്നെ ആരും കണ്ടുപിടിക്കാതിരിക്കാനായി സ്വന്തമായി യൂണിഫോം എല്ലാം അഴിച്ച് ബാഗിനകത്ത് വെച്ചതായിരുന്നു. അത് മനസ്സിലാക്കിയ പവിത്രനും SIയുടെ അടുത്തേക്ക് ചെന്നിട്ട് സാർ ഈ പയ്യൻ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അവൻ ഇങ്ങനെയെല്ലാം ചെയ്യണമെങ്കിൽ അതിനു പിറകിൽ വലിയ എന്തോ ഒരു സംഭവമുണ്ട്, ഈ കേസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കട്ടെ എന്നും ചോദിക്കുന്നു. എന്നാൽ പവിത്രനോട് കലിപ്പുണ്ടായിരുന്ന SIയും ഇത് അത്ര വലിയ കേസൊന്നും അല്ലെന്നും നിനക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് പോയി ചെയ്തോളാനും പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തു. എങ്കിലും പവിത്രൻ SI പറഞ്ഞതൊന്നും കേൾക്കാതെ ആ പയ്യന്റെ സ്കൂൾ യൂണിഫോം വെച്ച് സ്കൂൾ കണ്ടുപിടിക്കുകയും സ്കൂളിൽ പോയി ആ പയ്യന്റെ ഡീറ്റെയിൽസ് തപ്പിയെടുക്കുകയും അതിനുശേഷം ആ ഡീറ്റെയിൽസിലുള്ള വീട്ടിൽ പോയി അന്വേഷിക്കുകയും ചെയ്തു. സ്കൂളിൽ നിന്നും കിട്ടിയ അഡ്രസ്സിലുള്ള വീട്ടിൽ പോയി അന്വേഷിച്ച പവിത്രൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം സ്കൂളിൽ പോകുന്ന വഴി ഓട്ടോ ആക്സിഡന്റ് ആയി മരിച്ച വാസുദേവ് എന്ന കുട്ടിയുടെ ഐഡന്റിറ്റിയിലായിരുന്നല്ലോ ആ പയ്യനെ ഷെർലി സ്കൂളിൽ ചേർത്തതും. അതിനാൽ തന്നെ ആ പയ്യനെ കുറിച്ച് യാതൊന്നും കണ്ടുപിടിക്കാൻ പവിത്രന് കഴിഞ്ഞതുമില്ല. ആ പയ്യന്റെ വേണ്ടപ്പെട്ടവരെ ആരെയും കണ്ടെത്താൻ കഴിയാത്തതിനാൽ ആ പയ്യനെ നോക്കാൻ ഏൽപ്പിച്ചത് പവിത്രനെയായിരുന്നു. പവിത്രനാണെങ്കിൽ ആ പയ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുമ്പോൾ ആ പയ്യനെ ആണെങ്കിൽ സിസിലിയെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയതും. സിസിലി ആണെങ്കിൽ ആ പയ്യനുമായി ആ സ്റ്റേഷനിൽ സാറ്റ് കളിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ സാറ്റ് കളിക്കുന്നതിനിടയിൽ ആ പയ്യൻ ആ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ്. സിസിലി ആണെങ്കിൽ അവിടെയെല്ലാം തേടി നോക്കിയെങ്കിലും ആ പയ്യനെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. ആ പയ്യനെ കാണാനില്ല എന്നുള്ള കാര്യം SI അറിയുകയും ചെയ്തു. അതറിഞ്ഞ SIയും ആ പയ്യനെ നോക്കാൻ ഏൽപ്പിച്ച പവിത്രനെ നല്ല രീതിക്ക് തന്നെ വഴക്കു പറയുകയും ചെയ്തു. അതിന് പവിത്രൻ SIയോട് ഈ സിസിലിയാണ് ആ പയ്യൻ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കാരണമെന്ന് പറയുകയും ചെയ്തു. സിസിലി ആണെങ്കിൽ പവിത്രൻ SIയോട് അങ്ങനെ പറയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അങ്ങനെ സിസിലി പവിത്രന്റെ അടുത്ത് വന്നിട്ട് നിന്നെ കുറിച്ച് എല്ലാവരും നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും നീ കൊള്ളിയല്ലാത്തവനുമാണെന്നും എല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. അതിനാൽ നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞ് സിസിലി അവിടെ നിന്നും പോവുകയാണ്. താനും സിസിലിയും തമ്മിൽ പിരിയാൻ കാരണം ആ പയ്യനായതിനാൽ ആ പയ്യനെ ഇല്ലാതാക്കണമെന്ന് പവിത്രൻ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സീൻ കട്ടായി 6 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ്. ആ പയ്യൻ ഇപ്പോൾ വളർന്ന് കുറച്ചുകൂടി വലിയൊരു കുട്ടിയായി. നമുക്ക് അവനെ ഇനി ബാലൻ എന്ന് വിളിക്കാം. അവൻ ഇപ്പോൾ ഒരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ കുട്ടിയായിരുന്നപ്പോൾ നിന്നിരുന്ന ആ സ്ഥലം കാണുന്നത്. ആ സ്ഥലം കണ്ട ബാലൻ ആ ബസ്സിൽ നിന്നും അവിടെ ഇറങ്ങുകയാണ്. അതേസമയം ബാലന് തന്റെ അമ്മയോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. ബാലൻ അങ്ങനെ താനും അമ്മയും താമസിച്ചിരുന്ന ആ വല്യമ്മച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീടാണെങ്കിൽ ആരും താമസമില്ലാതെ കാടെല്ലാം കയറി കിടക്കുകയായിരുന്നു. ബാലൻ അപ്പോഴാണ് പണ്ട് ആ വീട്ടിൽ മാങ്ങ പറിക്കാൻ വന്ന കുട്ടികളെ കുറിച്ച് ഓർമ്മ വരുന്നത്. ആ കുട്ടികളും ഇപ്പോൾ കുറച്ചൊക്കെ വളർന്നിരുന്നു. അങ്ങനെ ബാലൻ ആ കുട്ടികളുടെ അടുത്ത് വന്ന് ആ വീടിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ആ കുട്ടികൾ ബാലനോട് ആ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. ആ വീട്ടിലൊരു വല്യമ്മച്ചിയായിരുന്നു താമസിച്ചിരുന്നത്. ആരെങ്കിലും വല്യമ്മച്ചിയുടെ ആ പറമ്പിൽ കയറിയാൽ തന്റെ കയ്യിലുള്ള തോക്ക് കൊണ്ട് വല്യമ്മച്ചി അവരെല്ലാം ഷൂട്ട് ചെയ്യുമായിരുന്നു. എന്നാൽ വല്യമ്മച്ചി
വല്യമ്മച്ചിയെ നോക്കാൻ വന്ന ഒരു സ്ത്രീ ആ വല്യമ്മച്ചിയുടെ തോക്കുകൊണ്ട് തന്നെ വല്യമ്മച്ചിയെ ഷൂട്ട് ചെയ്ത് കൊന്നു. ആ വല്യമ്മച്ചിയെ മാത്രമല്ല വേറെ ഏതോ ഒരു പെണ്ണിനെയും കൂടി ആ ജോലിക്കാരി ഷൂട്ട് ചെയ്ത് കൊന്നിരുന്നു. അങ്ങനെ പോലീസുകാർ വന്ന ആ ജോലിക്കാരിയെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. അതെല്ലാം കേട്ട ബാലന് തന്റെ അമ്മയെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള കാര്യം മനസ്സിലായി. അതിനാൽ അമ്മയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോയി അന്വേഷിക്കണമെന്ന് മനസ്സിലാക്കിയ ബാലൻ ആ പഴയ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോവുകയാണ്. ആ സ്റ്റേഷനിലാണെങ്കിൽ ഇപ്പോഴുണ്ടായിരുന്ന SI പഴയ CPO പവിത്രനായിരുന്നു. അങ്ങനെ സ്റ്റേഷനിലെത്തിയ ബാലൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും തന്നെ മനസ്സിലായോ എന്നെല്ലാം ചോദിച്ചെങ്കിലും അവിടെ ആർക്കും അവനെ മനസ്സിലായതുമില്ല. അങ്ങനെ ബാലൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റേഷനിൽ നിന്നും ഓടിപ്പോയ ചെറിയ പയ്യൻ താനാണെന്നും തന്റെ അമ്മയെക്കുറിച്ച് അന്വേഷിച്ചാണ് താനിപ്പോൾ വന്നിരിക്കുന്നതെന്നും പറയുന്നു. പവിത്രനാണെങ്കിൽ ബാലനോടുള്ള ദേഷ്യം ഇപ്പോഴും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പവിത്രൻ ബാലനോട് നിനക്കൊന്നും ഇവിടെ നിന്ന് യാതൊരു സഹായം ചെയ്തു തരാൻ കഴിയില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തു. പവിത്രന് ബാലനോടുള്ള ദേഷ്യം കുറയാതിരിക്കാൻ കാരണം പവിത്രനുമായി അന്ന് പിണങ്ങിപ്പോയ സിസിലി ഇപ്പോൾ വേറെ കല്യാണമെല്ലാം കഴിച്ചിരുന്നു. എന്തായാലും പവിത്രൻ തന്നെ സഹായിക്കില്ല എന്ന് മനസ്സിലാക്കിയ ബാലൻ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന വേറെ ഒരു പോലീസുകാരൻ വഴി തന്റെ അമ്മയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ആ കൊലപാതകമെല്ലാം ചെയ്ത ഷെർലിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തു. സ്റ്റേഷനിൽ വന്ന ഷെർലി ആണെങ്കിൽ തന്റെ മകനെ കാണണമെന്നും പറഞ്ഞ് എല്ലാവരോടും വഴക്കുണ്ടാക്കുകയും ചെയ്തു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ തന്റെ മകനെ കാണണമെന്നും പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചതുപോലെയായി ഷെർലി. അങ്ങനെ സ്റ്റേഷനിൽ നിന്നും ഷെർലിയെ ഒരു പ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ അസുഖമെല്ലാം മാറിയ ഷെർലിയെ ഏതോ ഒരു ഹോമിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ബാലനും തന്റെ അമ്മയെ ചികിത്സിച്ച ആശുപത്രിയിൽ വന്ന് തന്റെ അമ്മയെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോയതെന്ന് അന്വേഷിക്കുകയാണ്. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്. തന്റെ അമ്മ ഷെർലിയെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ആ പവിത്രനായിരുന്നു. ബാലൻ വീണ്ടും പവിത്രന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്റെ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയത്, അവരിപ്പോൾ എവിടെയാണുള്ളതെന്നെല്ലാം ചോദിക്കുകയാണ്. അതിന് പവിത്രനും നീ കാരണമാണ് സിസിലി എന്നെ വിട്ടുപോയത്, അതിനാൽ നിന്നോട് പകരം വീട്ടുന്നതിന് വേണ്ടിയാണ് നിന്റെ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ കൂട്ടിക്കൊണ്ടുപോയത്. നിന്റെ അമ്മ ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം ഞാൻ പറയില്ല, നീ എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിച്ചോ. നിനക്കെന്തായാലും ലീഗലായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല. കാരണം അവരാണ് നിന്റെ അമ്മയെന്ന് നിനക്ക് തെളിയിക്കാനുള്ള യാതൊരു സർട്ടിഫിക്കറ്റും നിന്റെ കയ്യിലില്ല. നീ ഇനി നിന്റെ അമ്മയെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പോകുന്നില്ല. അതാണ് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ എന്ന് പറയുന്നു. അതെല്ലാം കേട്ട് ബാലന് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലൻ പവിത്രനോട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് തന്നാൽ എനിക്ക് എന്റെ അമ്മയെ തിരികെ തരാമോ എന്ന് ചോദിക്കുകയാണ്. അതിന് പവിത്രനും എനിക്ക് ആവശ്യമുള്ളയാളോ, എനിക്ക് ആവശ്യമുള്ള ആരെയാണ് നീ എനിക്ക് തരാൻ പോകുന്നത്. അതിന് ബാലനും നിങ്ങളുടെ വാണ്ടഡ് ലിസ്റ്റിലുള്ള അബ്ബാസ് എന്ന പിടികിട്ടാപ്പുള്ളിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിനു പകരം എനിക്ക് എന്റെ അമ്മയെ തരാമോ എന്ന് ചോദിക്കുന്നു. അതേസമയം സീൻ കട്ടായി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കാണിക്കുകയാണ്. ഇപ്പോൾ കാണിക്കുന്നത് ആ ബാലൻ പറഞ്ഞ അബ്ബാസിനെയാണ്. അബ്ബാസ് ആണെങ്കിൽ ഒരു കള്ളനായിരുന്നു. കുറെ സ്വർണമെല്ലാം മോഷ്ടിച്ച അബ്ബാസ് അവിടെ നിന്നും ആന്ധ്രാപ്രദേശിലുള്ള തന്റെ വീട്ടിലേക്ക് പോകാനായി ഓടിക്കൊണ്ടിരുന്ന ഒരു ലോറിയിലേക്ക് ചാടി കയറുകയും ചെയ്തു. ആ ലോറിയിൽ കയറിയപ്പോഴാണ് അബ്ബാസ് ആ ലോറിയിൽ ഒരു പയ്യൻ ഉള്ളതായി കാണുന്നത്. ആ പയ്യൻ നമ്മുടെ ബാലനായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ബാലനും ആ ലോറിയിലായിരുന്നു കയറിയിരുന്നത്. അങ്ങനെ ആ ലോറി കേരള ബോർഡറും കടന്ന് ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഗ്രാമത്തിലെത്തി. അബ്ബാസിന്റെ വീട് ആ ഗ്രാമത്തിലായിരുന്നു. അതിനാൽ തന്നെ അബ്ബാസ് അവിടെ ഇറങ്ങുകയാണ്. അതോടൊപ്പം ബാലനെയും അബ്ബാസ് ആ ലോറിയിൽ നിന്നും ഇറക്കി വിടുന്നുമുണ്ട്. ബാലൻ ലോറി ഡ്രൈവറുടെ മകനാണെന്നാണ് അബ്ബാസ് കരുതിയിരുന്നത്. എന്നാൽ ബാലനെ കണ്ട ലോറി ഡ്രൈവർ നീ ഏതാണ്, നീ എപ്പോഴാണ് ലോറിയിൽ കയറിയത് എന്നെല്ലാം ചോദിക്കുന്നുമുണ്ട്. അബ്ബാസ് ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോവുകയാണ്. ലോറി ഡ്രൈവർ ബാലനെ കുറെ നേരം വഴക്കു പറഞ്ഞതിനു ശേഷം അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തു. എവിടേക്ക് പോകണമെന്ന് അറിയില്ലാതിരുന്ന ബാലനും അബ്ബാസിന്റെ പുറകെ തന്നെ പോവുകയാണ്. അത് കണ്ട അബ്ബാസ് ആ ബാലനെ വഴക്കു പറഞ്ഞ് ഓടിക്കുകയാണ്. അതേസമയം അതുവഴി ഒരു പോലീസ് ജീപ്പും വരുന്നുണ്ട്. അത് കണ്ട അബ്ബാസ് തന്റെ കയ്യിലുണ്ടായിരുന്ന മോഷ്ടിച്ചു കൊണ്ടുവന്ന സ്വർണ്ണമടങ്ങിയ ബാഗ് അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പയിലേക്ക് എറിയുകയും ചെയ്തു. അബ്ബാസ് ബാഗ് കുപ്പയിലേക്ക് എറിയുന്നത് പോലീസുകാർ കാണുകയും ചെയ്തു. അത് കണ്ട പോലീസുകാരും എന്താണ് അവിടേക്ക് എറിഞ്ഞതെന്ന് ചോദിച്ച് ആ കുപ്പയിലെല്ലാം തേടി നോക്കുകയാണ്. എന്നാൽ പോലീസുകാർക്ക് അവിടെ നിന്ന് യാതൊന്നും കിട്ടിയതുമില്ല. അതിനാൽ തന്നെ പോലീസുകാർ അബ്ബാസിനെ കണ്ട് വഴക്കും പറഞ്ഞ് അവിടെ നിന്നും പോവുകയും ചെയ്തു. പോലീസുകാർ പോയതും അബ്ബാസും ആ കുപ്പയിൽ താൻ എറിഞ്ഞ ബാഗ് തേടി നോക്കിയെങ്കിലും അത് കിട്ടിയില്ല. കാരണം അബ്ബാസ് എടുത്തെറിഞ്ഞ ബാഗ് ഭദ്രമായി ആ ബാലൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് സന്തോഷമായ അബ്ബാസ് ബാലന് കുറെ പൈസ എല്ലാം കൊടുത്തെങ്കിലും തനിക്ക് പണമൊന്നും വേണ്ട, തന്റെ അമ്മയെ കണ്ടുപിടിച്ച് തന്നാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ ആ ബാലൻ നടന്ന കാര്യങ്ങളെല്ലാം അബ്ബാസിനോട് പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അബ്ബാസ് ബാലനോട് നീ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേര് വല്ലതും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതൊന്നും തന്നെ ബാലൻ അറിയില്ലായിരുന്നു. അതിനാൽ അബ്ബാസ് ബാലനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അബ്ബാസ് ബാലന്റെ അമ്മയെ തേടുന്നുണ്ട് എങ്കിലും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അബ്ബാസ് ബാലനോട് നീ വിഷമിക്കേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അമ്മയെ കണ്ടുപിടിക്കാം. നിന്റെ അമ്മയെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പൈസയൊക്കെ ആവശ്യമാണ്. അതിനാൽ നീ ഇനി മുതൽ ജോലിക്ക് പോകണം എന്നും പറഞ്ഞ് അബ്ബാസ് ബാലനെ ഒരു ബാറിൽ ജോലിക്ക് കയറ്റി വിടുകയും ചെയ്തു. ബാലനാണെങ്കിൽ ആ ബാറിൽ ജോലി ചെയ്ത് കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ബാലൻ വന്നതിന്
വന്നതിന് ശേഷം അബ്ബാസിന്റെ ജീവിതവും മെച്ചപ്പെടാൻ തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ കുറെ കഴിഞ്ഞെങ്കിലും തന്റെ അമ്മയെക്കുറിച്ച് എല്ലാ ദിവസവും ബാലൻ അബ്ബാസിനോട് ചോദിക്കുമായിരുന്നു. അതിന് അബ്ബാസ് ബാലനോട്, ഞാൻ എല്ലാ ദിവസവും നിന്റെ അമ്മയെ അന്വേഷിക്കാറുണ്ടടാ, എന്നാൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിന്റെ അമ്മയെ കണ്ടുപിടിക്കുന്നത് വരെ നീ എന്നെ ഒരു വളർത്തച്ഛനായി കണ്ടോളാൻ പറയുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ബാലൻ ഇപ്പോൾ വളർന്ന് കുറച്ച് വലിയ കുട്ടിയായി. അബ്ബാസിനോടൊപ്പം തന്നെയായിരുന്നു ബാലൻ ഇപ്പോഴും ഉണ്ടായിരുന്നത്. ബാലൻ വളർന്നു വലുതായെങ്കിലും തന്റെ അമ്മയെ കണ്ടെത്തണമെന്നുള്ള വാശി അവനെ വിട്ടു പോയിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അബ്ബാസും ബാലനും കൂടി തങ്ങളുടെ ഒരു ജോലിയുടെ ആവശ്യത്തിനായി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാലൻ താൻ ചെറുപ്പത്തിൽ അമ്മയോടൊപ്പമായിരുന്നപ്പോൾ സ്കൂൾ ബസ് ഇറങ്ങിയതിനു ശേഷം അമ്മയും കാത്തു നിന്നിരുന്ന ബസ് സ്റ്റോപ്പ് കാണുന്നതും അവിടെ ഇറങ്ങി അമ്മയെ തേടി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെ വന്നിരിക്കുന്നതും. അങ്ങനെ ബാലൻ ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നും അബ്ബാസിന്റെ അടുത്തേക്ക് വരികയാണ്. ബാലനെ കണ്ട അബ്ബാസ്, ദാ നീ എവിടെ പോയി ഇരിക്കുകയായിരുന്നടാ, നീ എന്തിനാണ് ബസ്സിൽ നിന്നും പാതിയിൽ വെച്ചിറങ്ങിയത്? നിന്നെ കാണാത്തതിനാൽ ഞാൻ ഒരുപാട് തേടി. നമ്മൾ ഈ നാട്ടിലേക്ക് എന്തിനു വന്നതാണെന്ന് നിനക്കറിയാമോ? നിന്റെ അമ്മയെ അന്വേഷിച്ചാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ അമ്മയെ കുറിച്ച് ഞാൻ എപ്പോഴും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം നിന്റെ അമ്മയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. നീ കുട്ടിയായിരുന്നത് കൊണ്ടാണ് അന്ന് ഇതൊന്നും നിന്നോട് പറയാതിരുന്നത്. ഇപ്പോൾ നീ എല്ലാം അറിയാനുള്ള പ്രായമായി. നിന്റെ അമ്മ ശിക്ഷയെല്ലാം കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ നിന്നെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയി കാണിക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ നിന്റെ അമ്മയെ പോലീസുകാർ ഒരു മെന്റൽ ആശുപത്രിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. എങ്കിലും ആശുപത്രിയിൽ നിന്നും വെളിയിൽ വരുമ്പോൾ പോയി കാണാമെന്നായിരുന്നു വിചാരിച്ചത്. അതിനു മുമ്പ് വേറെ ആരോ ഒരാൾ നിന്റെ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. പവിത്രൻ എന്ന ഒരാളാണ് നിന്റെ അമ്മയെ ആശുപത്രിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. അബ്ബാസ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പവിത്രൻ പോലീസും പോലീസുകാരും അബ്ബാസിന്റെ വീട് വളഞ്ഞിരുന്നു. ശരിക്കും തന്റെ അമ്മയെ പവിത്രന്റെ കയ്യിൽ നിന്നും തിരികെ കിട്ടുന്നതിനായി തന്റെ അമ്മയ്ക്ക് പകരം അബ്ബാസിനെ ബാലൻ പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കുകയായിരുന്നു. സത്യത്തിൽ തന്റെ അമ്മയെ കണ്ടെത്താൻ അബ്ബാസ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ബാലൻ ഇത്രയും നാളായി അറിയില്ലായിരുന്നല്ലോ. തന്നെ ഇത്രയും നാളും അമ്മയുടെ കാര്യവും പറഞ്ഞ് അബ്ബാസ് ചതിക്കുകയായിരുന്നു എന്നാണ് ബാലൻ കരുതിയിരുന്നത്. അതിനാലാണ് ബാലൻ അബ്ബാസിനെ പിടികൂടാൻ പവിത്രനെ സഹായിച്ചതും. ബാലൻ അബ്ബാസിനോട്, ഇതെല്ലാം എന്താണ് എന്നോട് നേരത്തെ പറയാതിരുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ ഈ പോലീസുകാരെ എല്ലാം കൂട്ടിക്കൊണ്ടു വന്നത്. ഇതെല്ലാം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ട അബ്ബാസും, സാരമില്ലടാ, നിന്റെ അമ്മയെ കണ്ടെത്താനല്ലേ നീ ഈ വളർത്തച്ഛനെ കാണിച്ചു കൊടുത്തത്. സാരമില്ല, പക്ഷെ നീ ഈ പോലീസുകാരനെ വിശ്വസിക്കരുത്. ഇയാൾ നിന്റെ അമ്മയെ തിരികെ തരാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അത് കേട്ട ബാലനും പവിത്രൻ എസ്ഐയുടെ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ അബ്ബാസിനെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇനി എനിക്ക് എന്റെ അമ്മയെ തിരികെ തരാമോ എന്ന് ചോദിക്കുകയാണ്. അതിന് പവിത്രനും, എന്റെ സിസിലിയെ എനിക്ക് കിട്ടാതെ പോയതുപോലെ നിന്റെ അമ്മയെയും നിനക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. നീ ചെയ്ത ഉപകാരത്തിന് പകരമായി വേണമെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ ഒരു തവണ കാണിച്ചു തരാം എന്ന് പറയുന്നു. അത് കേട്ട ബാലനും തന്റെ അമ്മയെ ഒരു നോക്ക് കാണാനെങ്കിലും കഴിയുമല്ലോ എന്നോർത്ത് വളരെയധികം സന്തോഷമായി. അപ്പോൾ പവിത്രൻ ബാലനോട്, നീ ആ മെന്റൽ ആശുപത്രിയിലേക്ക് തന്നെ ചെല്ല്. അവിടെയുള്ള അവസാനത്തെ സെല്ലിൽ നിന്റെ അമ്മ കിടപ്പുണ്ടാകും. അവൾക്ക് നീ ആരാണെന്ന് പോലും മനസ്സിലാകില്ല. നിന്നെ പോലും അവൾ മറന്നു പോയിട്ടുണ്ടാകും എന്നെല്ലാം പറയുന്നു. അത് കേട്ട ബാലനും തന്റെ അമ്മയെ കാണാനുള്ള ആഗ്രഹത്താൽ ആ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഇപ്പോഴാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് അവന്റെ അമ്മയായിരുന്നില്ല. അതായത് ബാലന്റെ അമ്മ പണ്ട് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഷെർലി എന്നൊരു തലയ്ക്ക് സുഖമില്ലാത്ത പെൺകുട്ടിയെ കാണുകയും അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ID കാർഡ് എടുത്ത് ഷെർലി എന്ന പേരിൽ ആ വല്യമ്മച്ചിയുടെ വീട്ടിലേക്ക് ജോലിക്ക് വരികയുമാണല്ലോ ചെയ്തത്. വല്യമ്മ മരിച്ചതിന് ശേഷം തലയ്ക്ക് സുഖമില്ലാത്ത ഷെർലിയെ ബാലന്റെ അമ്മ വല്യമ്മച്ചിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഷെർലി എന്ന പേരിൽ ബാലന്റെ അമ്മയാണ് ജോലി ചെയ്തതെന്ന് അറിയാവുന്ന രണ്ടു പേരാണുള്ളത്. അതിലൊന്നാ വല്യമ്മച്ചിയും രണ്ടാമത്തേത് ഷംനാത്തയുമാണ്. അവർ രണ്ടുപേരുമാണെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഇല്ല താനും. വല്യമ്മച്ചിയുടെ മകൻ വീട്ടിലേക്ക് വന്നപ്പോൾ ശരിക്കുള്ള ഷെർലിയുടെ കയ്യിൽ തോക്ക് കൊടുത്തതിനു ശേഷം ബാലന്റെ അമ്മ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരുന്നു. അങ്ങനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയത് തലയ്ക്ക് സുഖമില്ലാത്ത ശരിക്കുള്ള ഷെർലിയെ തന്നെയായിരുന്നു. പവിത്രൻ എസ്ഐയും അത് ബാലന്റെ അമ്മ ഷെർലി ആണെന്ന് വിചാരിച്ചാണ് ആ ഷെർലിയെ പൂട്ടിവെച്ചിരിക്കുന്നതും. അങ്ങനെ ബാലൻ ഇപ്പോൾ അവിടെ നിന്നും നേരെ പണ്ട് താൻ കുട്ടിയായിരുന്നപ്പോൾ സ്കൂൾ വിട്ടു വന്ന തന്നോട്, ഞാൻ വരുന്നത് വരെ ഇവിടെ നിന്നും എവിടെയും പോകരുതെന്നും എത്ര വൈകിയാലും ഞാൻ നിന്നെ തേടി ഇവിടെ വരുമെന്നും പറഞ്ഞ് അമ്മ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിരുന്നല്ലോ. ബാലൻ ഇപ്പോൾ അവിടേക്കാണ് വന്നിരിക്കുന്നത്. അതേസമയം ബാലന്റെ തോളിൽ ഒരാൾ വന്ന് പിടിക്കുകയാണ്. ബാലനും അത് ആരാണെന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അത് അവന്റെ അമ്മ തന്നെയായിരുന്നു. തന്റെ മകൻ ഒരിക്കൽ തിരികെ വരുമെന്ന് അറിയാമായിരുന്ന ആ അമ്മ കഴിഞ്ഞ 6 വർഷമായി തന്റെ മകനെയും കാത്ത് അവിടെ ആടുമേയ്ക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയെ കണ്ട ബാലന് വളരെയധികം സന്തോഷമായി, ഒപ്പം അമ്മയ്ക്കും. അങ്ങനെ ബാലൻ അമ്മയോട്, നമ്മൾ ഇനി അടുത്തത് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഇതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.